ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഗ്രന്ഥ ശ്രീമദ് ഭാഗവതം അധ്യായം 14 ശ്ലോകം 22 അല്ലേ? ഇതി ചിന്തയതസ്തസ്യ ദൃഷ്ടാരിഷ്ടേന ചേതസാ രാജ്ഞാ പ്രത്യാഗമദ്ബ്രഹ്മൻ യദുപൂര്യാഃ കപിധ്വജാഃ. വായിക്കും. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇത് ചിന്തയതസ്തസ്യ ദൃഷ്ടാരിഷ്ടേന ചേതസാ രാജ്ഞ പ്രത്യാഗമദ്ബ്രഹ്മൻ യദുപുര്യാ കപിധ്വജഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഇതി ചിന്തയതസ്തസ്യ ദൃഷ്ടാരിഷ്ടേന ചേതസാ രാജ്ഞ പ്രത്യാഗമത് ബ്രഹ്മൻ യത് പുര്യാ കപിധ്വജഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഇതി ചിന്തയതസ്തസ്യ ദൃഷ്ടാരിഷ്ടേന ചേതസാ രാജ്ഞ പ്രത്യാഗമദ്ബ്രഹ്മൻ യദു പുര്യാകപസ്തധ്വജഃ. ഹരേ കൃഷ്ണ. താങ്ക് യു. വിവർത്തനം വായിക്കൂ ആരെങ്കിലും? ഹരേ കൃഷ്ണ പ്രഭു. വിവർത്തനം ബാക്കി ശ്രീ വെങ്കടേഷ് സഭ ശരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അലിയോ ബ്രാഹ്മണ ശൗനക, മഹാരാജാവ് യുധിഷ്ഠിരൻ ആ സമയം ഭൂമിയിൽ സംഭവിച്ച ദുശകനങ്ങളെ ദർശിച്ച് ഇപ്രകാരം സ്വയം ചിന്തിച്ചിരിക്കെ യദുപുരി ദ്വാരകയിൽ നിന്നും അർജുനൻ മടങ്ങിയെത്തി. ഹരേ കൃഷ്ണ. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടു, യുധിഷ്ഠിര മഹാരാജാവ് അപശകുനങ്ങളൊക്കെ കണ്ട് അദ്ദേഹം ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. എന്തോ സംഭവിച്ചിട്ടുണ്ട് യദുവംശത്തിന്, ഭഗവാൻ കൃഷ്ണൻ തിരിച്ചു പോയോ എന്നുള്ള ഒരു സംശയമൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഭീമസേനോട് പറയുന്നു, വിഷമം പറയുന്നു. നമ്മൾ കണ്ടു അദ്ദേഹം ഒരുപാട് ശ്ലോകങ്ങളിലായിട്ട് അദ്ദേഹം അനുഭവിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം കാണുന്ന ചുറ്റും കാണുന്ന ശകുനങ്ങൾ, മോശമായിട്ടുള്ള ശകുനങ്ങൾ കണ്ട് അദ്ദേഹത്തിന് സംശയങ്ങൾ തോന്നിയിരുന്നു. ആ സമയത്ത് അവിടെ അർജുനൻ തിരിച്ചു വരുവാണ്. ഒരുപാട് മാസങ്ങളായിട്ട് അർജുനൻ വന്നിട്ടില്ല. കുറേ മാസങ്ങളായിട്ട് അദ്ദേഹം ആക്ച്വലി ദ്വാരകയിലേക്ക് പോയതാണ്, കൃഷ്ണനെ കാണുവാനും ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാനും വേണ്ടി പോയതാണ്. പക്ഷേ സാധാരണ വരുന്നേക്കാൾ നേരത്തെ വരേണ്ടതായിരുന്നു, പക്ഷെ അദ്ദേഹം വന്നില്ല. ഒരുപാട് വൈകിയാണ് വരുന്നത്. അപ്പോൾ അതും ഒരു ആദി ഉണ്ടായിരുന്നു യുധിഷ്ഠിര മഹാരാജാവിന്. അപ്പോൾ ഇപ്പോൾ നോക്കാം എന്താണ് ഇനി അർജുനൻ വന്നതിന് ശേഷം എന്താണ് എന്നുള്ളത്. 23 തം പാദയോർനിപത്തിതം അയഥാ പൂർവമാതുരം അധോ വദനം അബിന്ദൂൻ സൃജന്തം നയനാഭ്യയോ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. തം പാദയോർ നിബദിതമയഥാ പൂർവമാധുരം അധോ വദനമബിന്ദൂൻ സൃജന്തം നയനാബ്ജയോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. തം പാദയോർനിപതിതം അയഥാ പൂർവമാതുരം അധോ വദനമബിന്ദുർ സൃജന്തം നയനാബ്ജയോ. ഹരേ കൃഷ്ണ. ഓക്കെ, വിവർത്തനം വായിക്കൂ. ഹരേ കൃഷ്ണ. വിവർത്തനം. യുധിഷ്ഠിര മഹാരാജാവിന്റെ പാദങ്ങളിൽ വണങ്ങാനായി അർജുനൻ കുനിഞ്ഞപ്പോൾ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ അദ്ദേഹം വിഷണ്ണനായിരിക്കുന്നത് യുധിഷ്ഠിരൻ അഭൂതപൂർവമായി കണ്ടു. അദ്ദേഹത്തിന്റെ ശിരസ് താഴ്ന്നിരുന്നു. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ അംബുജ നേത്രങ്ങളിൽ നിന്നും അശ്രുക്കൾ പൊഴിയുന്നുമുണ്ടായിരുന്നു. ഹരേ കൃഷ്ണ. അർജുനൻ വന്ന് അവിടെ തിരിച്ചു വന്നപ്പോൾ ആദ്യം തന്നെ അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്ന സമയത്ത് യുധിഷ്ഠിര മഹാരാജാവ് കാണുന്നു, അർജുനൻ സാധാരണ കാണുന്ന പോലെയല്ല, ഒരുപാട് വിഷമത്തിലാണ്. ആ വിഷമം അദ്ദേഹത്തിൻ്റെ മുഖത്ത് തെളിഞ്ഞ് കാണുന്നുണ്ടായിരുന്നു.
അദ്ദേഹത്തിൻ്റെ ശിരസ് താഴ്ന്നിരിക്കുന്നു. സാധാരണ അർജുനൻ അങ്ങനെയല്ല. എന്നാൽ ഇപ്പോൾ യുധിഷ്ഠിര മഹാരാജാവിന് കൂടുതൽ സംശയങ്ങൾ വരുവാണ്. കാര്യം ഓൾറെഡി അദ്ദേഹത്തിന് ലക്ഷണങ്ങൾ, ശകുനങ്ങൾ കണ്ട് അദ്ദേഹത്തിന് സംശയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അർജുനൻ്റെ ആ ഒരു മുഖവും ഭാവവും കണ്ടപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ ആദി വരുന്നു. അർജുനൻ്റെ കണ്ണുകളിൽ നിന്ന് ഇവിടെ പറയുന്നു, അർജുനൻ്റെ കണ്ണ് നയന അബ്ജയോ, അദ്ദേഹത്തിൻ്റെ കണ്ണ് താമരയായിട്ട് ഉപമിച്ചിരിക്കുന്നു. കൃഷ്ണൻ്റെ കണ്ണുകളും ഉപമിക്കുന്നത് കാണാം. കൃഷ്ണൻ്റെ ശുദ്ധഭക്തരുടെയും ഉപമയും അങ്ങനെ തന്നെയാണ്. കൃഷ്ണനെ ഉപമിക്കുന്ന പോലെ തന്നെ നമുക്ക് ശാസ്ത്രങ്ങളിൽ കാണാൻ സാധിക്കും. അർജുനൻ്റെ കണ്ണുകളിൽ നിന്ന് അരവിന്ദ നേത്രം, കണ്ണുകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ കണ്ടിട്ടില്ല ഇതിനു മുമ്പും അർജുനനെ യുധിഷ്ഠിരൻ. അപ്പോൾ ഇനി എന്താണെന്ന് നോക്കാം. വിലോക്യാദ്വിഗ്ന ഹൃദയോ വിച്ഛായം അനുജം നൃപഃ പൃച്ഛതി സ്മ സുഹൃന്മധ്യേ സംസ്മരൻ നാരദേരിതം. വായിക്കൂ. ഹൃദയോ ഇച്ഛായമനിജം നൃപഃ പൃച്ഛതി സ്മ സുഹൃന്മധ്യേ സംസ്മരൻ നാരദേരിതം. ഹരേ കൃഷ്ണ. ഓക്കെ, വിവർത്തനം. ദയോ വിച്ഛായമനുജം നൃപഃ സുഹൃന്മധ്യേ സംസ്മരൻ നാരദേരിതം. വിവർത്തനം വായിക്കൂ. ഹരേ കൃഷ്ണ. ഹൃദയഭേദകമായി ചിത്താത്മക ഹേതുവാകയാൽ വിവർണനായ അർജുനനെ ദർശിച്ച മഹാരാജാവ് യുധിഷ്ഠിരൻ ദേവർഷി നാരദന്റെ സൂചനകളെ സ്മരിച്ചുകൊണ്ട് മിത്രങ്ങളുടെ മധ്യത്തിൽ വെച്ച് തന്നെ അർജുനന്റെ വിഷണ്ണതയ്ക്ക് കാരണമെന്തെന്ന് അന്വേഷിച്ചു. ഹരേ കൃഷ്ണ. അർജുനെ കണ്ടപ്പോൾ യുധിഷ്ഠിര മഹാരാജാവിന് നാരദമുനി പറഞ്ഞു കൊടുത്ത ആ കാര്യങ്ങളൊക്കെ, കാര്യം നാരദമുനി വന്ന് ഒരു ഹിൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ്ലി പറഞ്ഞിട്ടില്ല കൃഷ്ണൻ്റെ കാര്യം, പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞു. അപ്പോൾ അർജുനനെ കണ്ടപ്പോൾ യുധിഷ്ഠിര മഹാരാജാവിന് നാരദമുനി പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഓർക്കുന്നു അദ്ദേഹം. അങ്ങനെ ആ സമയത്ത് അർജുനനോട് ചോദ്യം ചോദിക്കുന്നു, അല്ലെങ്കിൽ അർജുനനോട് ചോദിക്കുകയാണ് ഇനി എന്ത് സംഭവിച്ചു എന്നുള്ളത്. യുധിഷ്ഠിരോവാച കച്ചിത് അനർത്ഥപൂര്യാം വിനാ സ്വജനാ സുഖമാസത്തെ മധുഭോജാദശാരാഹ സാത്വതാന്തക വൃഷ്ണയഃ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. യുധിഷ്ഠിര ഉവാച കച്ചിദാനർത്ഥപുര്യാം ന സ്വജനാ സുഖമാസത്തെ മധുഭോജദശാർഹാർഹ സാത്വതാന്തക വൃഷ്ണയഃ. ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ. കച്ചിദാനാർത്ഥപുര്യാം ന സ്വജനാ സുഖമാസദേ മധുബോധദശാർഹാർഹ അസത്വാനാന്തക വൃഷ്ണയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യുധിഷ്ഠിരോവാച കച്ചിദാനർത്ഥപൂര്യാം ന സ്വജനാ സുഖമാസത്തെ മധുഭോജദശാർഹാർഹ സാത്വതാന്തക വൃഷ്ണയഃ. ഹരേ കൃഷ്ണ. ഓക്കെ, വിവർത്തനം. विवर्तनम भाई His Divine Grace Abhay Charanarinda Bhakti Vedanta Swami Srila Prabhupada ki jai. മഹാരാജാവ് യുധിഷ്ഠിരൻ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട അനുജ, മധുക്കൾ, ഭോജന്മാർ, ദശാർഹർ, അർഹർ, സാത്വതർ, അന്തകർ, യദുവംശജർ എന്നിങ്ങനെയുള്ള നമ്മുടെ ബന്ധുമിത്രാദികളെല്ലാം അവിടെ സന്തോഷത്തോടു കൂടിയല്ലേ ദിനങ്ങൾ ചിലവഴിക്കുന്നത്. അതേ പറഞ്ഞാലും. ഹരേ കൃഷ്ണ. യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുന്നു,
നമ്മുടെ ബന്ധുജനങ്ങളും സുഹൃത്തുക്കളുമൊക്കെ യദു വംശത്തിലെ അവരുടെ കാര്യം ചോദിക്കുകയാണ്. മധു, ഭോജ, ദശാർഹ, ആർഹ, സാത്വക, അന്ധക, ഇങ്ങനെ ഒരുപാട് വ്യക്തികളെക്കുറിച്ച് യദു വംശത്തിലെ അവരെക്കുറിച്ച് ചോദിക്കുന്നു. അവരൊക്കെ സുഖമായിട്ടിരിക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. യുധിഷ്ഠിര മഹാരാജാവിന് സംശയങ്ങളുണ്ടെങ്കിലും നേരിട്ട് അദ്ദേഹം ചോദിക്കുന്നില്ല. പോസിറ്റീവ് രീതിയിലാണ് അദ്ദേഹം കാര്യം ചോദിക്കുന്നത്. എന്തു പറ്റി പറയൂ എന്നൊന്നും പറഞ്ഞില്ല. അദ്ദേഹം വളരെ സൗമ്യമായിട്ട്, ആക്ച്വലി നമ്മളാണ് ഈ സിറ്റുവേഷനിൽ വെച്ച് അങ്ങനെയായിരിക്കും അല്ലേ. എന്തു പറ്റി? കാര്യം അർജുനനെ ഇതുപോലെ കണ്ടിട്ടില്ല. അർജുനനെ അല്ലെങ്കിൽ അതേപോലെ ഒരാൾ നമ്മുടെ മുമ്പിൽ വിഷമിച്ച് വരുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്നത് എന്തു പറ്റി, എങ്ങനെയാണ്, ഒരുപാട് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ചോദിക്കും. എന്നാൽ യുധിഷ്ഠിര മഹാരാജാവ് നോക്കൂ, അദ്ദേഹം ചോദിക്കുന്ന രീതികളും ആദ്യം തന്നെ എല്ലാവർക്കും സുഖമല്ലേ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടാണ് പതുക്കെ ഇനി നോക്കാം, നമ്മളിനി മുന്നോട്ട് കാണും അദ്ദേഹത്തിൻ്റെ ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ ഡീപ്പായി പോകുന്നത്. എന്നാൽ ആദ്യമേ അദ്ദേഹം ക്ഷേമം അന്വേഷിക്കുന്നു, എല്ലാവരും ഓക്കെ അല്ലേ, ശരിയല്ലേ എന്നൊക്കെ. അപ്പോൾ ഇത് നല്ലൊരു കാര്യം. ഇത് സാധാരണ ആളുകൾക്ക്, നമ്മളെപ്പോലുള്ള ആളുകൾക്ക്, നമുക്ക് ഈ ഗുണങ്ങൾ, തമോ ഗുണം, രജോഗുണം കൂടുതലായതുകൊണ്ട് ഒരുപാട് പെട്ടെന്ന് നമ്മൾ ഓരോ സിറ്റുവേഷൻസിന് റിയാക്ട് ചെയ്യുന്നതും റെസ്പോണ്ട് ചെയ്യുന്ന രീതികൾ വ്യത്യാസം ഉണ്ടാവും. എന്നാൽ ഒരു ഇരുത്തം വന്നൊരു ഭക്തൻ, അല്ലെങ്കിൽ യുധിഷ്ഠിര മഹാരാജനെ പോലെ സത്വഗുണം, അവരൊക്കെ കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നത് വ്യത്യാസമുണ്ട്. അവർ എല്ലാത്തിനും ഒരു പോസിറ്റീവ് നോട്ട് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഇത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ആക്ച്വലി. ഈവൻ പറയും, നമ്മളൊരാൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് കൊടുക്കണമെങ്കിൽ, എന്തെങ്കിലും കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കണമെങ്കിൽ, കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുന്നു. ആക്ച്വലി ആ വ്യക്തി കാര്യങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ കാര്യങ്ങളെക്കുറിച്ച് അറിയാം, പക്ഷേ വേണ്ട രീതിയിൽ അത് ചെയ്യുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിനോട് പറയുവാനുള്ളൊരു അധികാരമുള്ള ഒരാളാണെങ്കിൽ നമ്മൾക്കൊരു ഫീഡ്ബാക്ക് കൊടുക്കും. അതായത്, ഇപ്പോൾ നിങ്ങളിങ്ങനെ വേണ്ട രീതിയിൽ ചെയ്യുന്നില്ല, എന്നാൽ ഇത് നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും, അതുകൊണ്ട് പ്ലീസ് ഇങ്ങനെ ചെയ്ത് നോക്കൂ എന്ന് അഭിപ്രായം പറയാം, അല്ലെങ്കിൽ അല്ലേ, അതിന് ഫീഡ്ബാക്ക് കൊടുക്കാം പോസിറ്റീവായിട്ട്. അപ്പോൾ ഫീഡ്ബാക്ക് കൊടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ഫീഡ്ബാക്ക് കൊടുക്കുന്ന രീതി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കളിയാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കുന്ന രീതിയിലായിരിക്കരുത് ഫീഡ്ബാക്ക് കൊടുക്കേണ്ടത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോൾ പറയുക. ഇൻഡയറക്റ്റ്ലി നമുക്ക് പറയാം. ഇപ്പോൾ പൊതുസഭയിലാണെങ്കിൽ ഇൻഡയറക്റ്റ്ലി സൂചിപ്പിക്കാം. സാധാരണഗതിയിൽ കുറച്ച് ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാവും. ഇത് ചിലപ്പോൾ ഇത് എനിക്ക് വേണ്ടിയിട്ടാണോ പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള പോയിൻ്റ് ആണോ. ചിലപ്പോൾ കോമൺ ആയിട്ട് പറയുന്ന കാര്യമായിരിക്കും, ഒരാളെ ഉദ്ദേശിച്ച് പറയുന്നതായിരിക്കില്ല, കോമൺ ആയിട്ടുള്ള പോയിൻ്റ് ആയിരിക്കും. പക്ഷേ അതിൽ നമുക്ക് എന്തെങ്കിലും, ആ പോയിന്റിൽ എന്തെങ്കിലും നമ്മൾക്ക് ചെറിയൊരു ചെറിയൊരു വീഴ്ച ആ പറയുന്ന കാര്യത്തിലുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് തോന്നും ഇതെനിക്ക് വേണ്ടി പറയുന്ന പോലെ അല്ലേ. ഈവൻ ശാസ്ത്രങ്ങളിൽ പോലും നമുക്കറിയാം, ചില സമയങ്ങളിൽ നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്തും ദുഃഖമായിട്ടിരിക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ പോകുന്ന സമയത്ത്, ചിലപ്പോൾ നമ്മൾ ചില ക്ലാസ്സുകൾ കേൾക്കുമ്പോഴോ, ചിലപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ശ്ലോകം എടുത്ത് വായിക്കുമ്പോൾ, അതിൻ്റെ ശ്ലോകവും അർത്ഥവും ഭാവാർത്ഥമൊക്കെ വായിക്കുമ്പോൾ, ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ പോയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന ആ ഒരു സാഹചര്യത്തിന് കറക്റ്റായിട്ട് അതിനൊരു റെസ്പോൺസ്, അല്ലെങ്കിൽ അതിനൊരു ആൻസർ ചിലപ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് തോന്നും ഇത് എനിക്ക് വേണ്ടി പറഞ്ഞ പോലെ തോന്നും. ആക്ച്വലി ആ വ്യക്തി അത് അറിഞ്ഞിട്ട് പറയുന്നതായിരിക്കില്ല. പക്ഷെ ഭഗവാന്റെ അറേഞ്ച്മെൻറ്റ് ചിലപ്പോൾ ആ വ്യക്തിയെ കൊണ്ട് ഭഗവാൻ പറയിപ്പിക്കുന്നതായിരിക്കും. ഇത് നമുക്കറിയില്ല. മിക്കവാറും അങ്ങനെയാണ്. നല്ല ഭക്തരൊക്കെ ആണെങ്കിൽ നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ ഭഗവാൻ അറിയാം, വേറെ ആർക്കും അറിയുന്നില്ല അല്ലേ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, കൺഫ്യൂസ്ഡ് ആണ്, എന്ത് തീരുമാനം എടുക്കണം, അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ പെട്ടെന്ന് നമ്മളൊരാൾ, അവർ ജനറലായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ, ഉദാഹരണത്തിന് ക്ലാസ് ആവട്ടെ, അല്ലെങ്കിൽ പ്രഭുപാദിൻ്റെ ഭാവാർത്ഥമായിരിക്കട്ടെ, നമുക്ക് കറക്റ്റായിട്ട് അതിനുള്ളൊരു ആൻസർ
കിട്ടും. അപ്പോൾ അത് ഭഗവാൻ അറേഞ്ച് ചെയ്യുന്നതാണ്. അതേപോലെ ഫീഡ്ബാക്ക് കൊടുക്കുന്ന സമയത്തും ആക്ച്വലി ജനറലി ഫീഡ്ബാക്ക് പറയുമ്പോൾ അതിൽ പലവർക്കും അപ്ലിക്കബിൾ ആവാം, ചിലവർക്ക് അപ്ലിക്കബിൾ ആവില്ല. അപ്ലിക്കബിൾ ആയിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് എനിക്ക് വേണ്ടി എന്നോട് പറയുന്ന പോലെ, സ്പെസിഫിക്കലി എടുത്ത് പറയുന്നതായിരിക്കില്ലെങ്കിൽ പോലും. സോ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് മനസ്സിലാവുമ്പോൾ വി ഷുഡ് ട്രൈ ടു ഫോളോ അല്ലേ. ഇനി അത് ഒരു രീതി. ഇനി അതല്ലാണ്ട് ഉള്ള അവസ്ഥയാണെങ്കിൽ നമ്മൾ നേരിട്ട് കണ്ട് സംസാരിച്ച് പറയാം. അത് പറയുന്ന സമയത്തും നമ്മൾ ഡിസ്കറേജ് ചെയ്യുന്ന രീതിയിലായിരിക്കരുത് പറയുന്നത്, അവരെ എൻകറേജ് ചെയ്യുന്ന രീതിയിലായിരിക്കണം പറയേണ്ടത്. അപ്പോൾ ഈവൺ ഞാൻ പറയാം, ഈവൻ നമ്മൾ ജനറലായിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് കോഴ്സിന് പോകുമ്പോൾ, ഞാൻ കുറച്ച് ലീഡർഷിപ്പ് കോഴ്സിനൊക്കെ ഓഫീസിൽ വല്ലതും വരുമ്പോൾ HR റിലേറ്റഡ് കോഴ്സിന് ചിലപ്പോൾ പോയിരിക്കുമ്പോൾ, വർക്ക്ഷോപ്പിന് പോയിരിക്കുമ്പോൾ അവരും ഈ ടെക്നിക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അവർ പറയും ഫീഡ്ബാക്ക് കൊടുക്കാം. ഇപ്പോൾ മാനേജർക്ക് സ്റ്റാഫിന്, താഴെയുള്ള സ്റ്റാഫിനോട് എന്തെങ്കിലും പറയണമെങ്കിൽ അവർക്ക് ഫീഡ്ബാക്ക് എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. വിളിച്ച് ചീത്ത പറയാം ഡയറക്റ്റ്ലി. എന്നാൽ അത് നല്ലൊരു രീതിയല്ല. കാര്യം അത് ആ വ്യക്തിയെ ഡിസ്കറേജ് ചെയ്യും. അല്ലെങ്കിൽ അവർക്കൊരു ഡിസപ്പോയിൻമെൻ്റ് ആവും, അവർക്ക് വിഷമാവുന്ന രീതിയിൽ പറയരുത് അല്ലേ. നേരെ മറിച്ച് അവരുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ എൻകറേജ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവർക്കൊരു പോസിറ്റീവ് ഫീലിംഗ് കൊടുത്ത്, അതിൻ്റെ ഇടയിലൂടെ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്തെങ്കിലും അത് കൊടുത്ത് അത് കഴിഞ്ഞ് ഫൈനലി ഒരു പോസിറ്റീവ് കൊണ്ട് ക്ലോസ് ചെയ്യുക. അതായത് ഒരു സാൻഡ്വിച്ച് രീതിയിൽ മാനേജ്മെൻറ്റ് കോഴ്സിൽ പോലും പറയുന്നുണ്ട്. ആക്ച്വലി ഇത് മാനേജ്മെൻറ്റ് കോഴ്സുകാർ എടുക്കുന്നത് ശാസ്ത്രങ്ങളെന്നാണ്, വൈഷ്ണവരുടെ എറ്റിക്കേറ്റാണത്. ആക്ച്വലി വൈഷ്ണവ എറ്റിക്കേറ്റ് അങ്ങനെയാണ്. അതായത് എന്തെങ്കിലും ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നടുക്കായിരിക്കും. തുടക്കത്തിൽ നല്ലത് പറയും, അവസാനവും നല്ലത് പറയും. തുടക്കത്തിൽ പറയും അവരുടെ പോസിറ്റീവായിട്ടുള്ള സ്ട്രെങ്ത്തിനെ കുറിച്ച്, അവർ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയും. പിന്നെ ഇടയിലൂടെ പറയും ഇത് ഇങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും എന്ന് പറയും. അത് കഴിഞ്ഞ് അവസാനം പറയും യെസ് അത് നിങ്ങളെക്കൊണ്ട് സാധിക്കും, കാര്യം നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. അപ്പോൾ നോക്കൂ, അവർക്ക് ഫീൽ ചെയ്യില്ല. നേരെ മറിച്ച് നേരെ വിളിച്ച് ചീത്ത പറയുകയാണെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് പറയും ഇങ്ങനെ ചെയ്യുന്നത് ശരിയില്ല, അത് ശരിയില്ല, ഇത് ശരിയല്ല, ഒരുപാട് വിഷമം കൊടുക്കും. അത് അനുദ്വേഗകരം വാക്യം, മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അല്ലേ. അതേപോലെ ഇതെല്ലാം നമുക്ക് അനലൈസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇവിടെ യുധിഷ്ഠിര മഹാരാജാവ് നേരിട്ട് അർജുനനെ, കാര്യം അർജുനനോട് നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അർജുനൻ ഓൾറെഡി തകർന്നിരിക്കുകയാണ്. ഇതാണ് സിറ്റുവേഷൻ. ഓൾറെഡി തകർന്നിരിക്കുകയാണ് എന്നുള്ളത് യുധിഷ്ഠിര മഹാരാജാവിന് അറിയാം. യുധിഷ്ഠിര മഹാരാജാവ് കണ്ടിട്ടില്ല അർജുനനെ ഇതുപോലെ. അപ്പോൾ അറിയാം എന്തോ വലിയ ദുഃഖത്തിലൂടെ കടന്നു പോകുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ നേരിട്ട് തന്നെ അത് ചോദിച്ച് അർജുനൻ്റെ ഉള്ളിലുള്ള ആ വിഷമം അർജുനൻ പൊട്ടിത്തെറിക്കും ചിലപ്പോൾ. ആ രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് അർജുനനെ ഒന്ന് ശാന്തമാക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലായില്ലേ. അപ്പോൾ അതായത് അർജുനനെ ആകെ പേടിപ്പിക്കാതെ അദ്ദേഹത്തിൻ്റെ ആദ്യം കൂട്ടാതെ കുറച്ച് നല്ല അല്ലെങ്കിൽ പോസിറ്റീവ് രീതിയിൽ സംസാരിച്ച് പതുക്കെ 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 അദ്ദേഹം കാര്യത്തിലേക്ക് കിടക്കും. വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത ശ്ലോകം. സുരോ മഹാത്മന കച്ചിത് സ്വസ്ത്യാസ്തേ വാതമാരിഷഃ മാതുലാ സാനുജ കച്ചിത് കുശലീ അനകാന്ദുബി. യെസ്, വായിക്കൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശൂരോ മദാമഹ കച്ചിൽ സ്വസ്തി ആസ്തേ വാധമാരിഷ മാതുല സാനുജ കച്ചിത് കുശലി ആനകദുന്ദുഭി. ഹരേ കൃഷ്ണ പ്രഭു. കേൾക്കുന്നില്ല ആക്ച്വലി. ഉഷി മാതാജി പറയുന്നത് കേൾക്കുന്നില്ല. സുവർണപ്രഭ മാതാജി വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭുജി. കേൾക്കുന്നില്ലേ പ്രഭു? നെറ്റ് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. നോ പ്രോബ്ലം. സൂര്യോ മാതാമഹഃ കച്ചിത് സ്വസ്ത്യാസ്തേ വാതമാരിഷഃ മാതുല സാനുജ കച്ചിത് കുശലാന്യകന്തുന്ദുഭിः. ഹരേ കൃഷ്ണ. ഓക്കെ, വിവർത്തനം.
പ്രഭുപാദ് കി ജയ്. ആദരണീയനായ എന്റെ മാതാമഹൻ ശൂരസേനന് സർവമംഗളം തന്നെയല്ലേ? എന്റെ മാതുലൻ വസുദേവർക്കും അദ്ദേഹത്തിന്റെ അനുജന്മാർക്കും സൗഖ്യം തന്നെയല്ലേ? ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണ മഹാരാജ് ചോദിക്കുന്നു, ശൂരസേനൻ, അതേപോലെ വസുദേവർ, മറ്റുള്ള എൻ്റെ അനുജന്മാർ, അവരെല്ലാവരും നന്നായിരിക്കുന്നോ എന്നാണ് ചോദിക്കുന്നത്. അവർക്കെന്ത് പറ്റി എന്ന് ചോദിച്ച് പേടിപ്പിക്കുന്നില്ല, അവർ നന്നായിരിക്കുന്നോ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നു അദ്ദേഹം. സപ്തസ്വാരസ്തത് പത്ന്യോ മാതുലാന്യ സഹാത്മജാഃ ആസത്തെ സസ്നുഷാ ക്ഷേമം ദേവകീ പ്രമുഖാ സ്വയം. ഹരേ കൃഷ്ണ. മാതാജിയുടെ ഇൻ്റർനെറ്റ് ക്ലിയർ അല്ല. ഓക്കെ, ഇപ്പോൾ വായിക്കൂ, കേൾക്കട്ടെ. പ്രഭു. ഇല്ല, ഡിസ്റ്റർബൻസ് ഉണ്ട് ആക്ച്വലി. ഓക്കെ, വേറെ ആരെങ്കിലും വായിക്കൂ. കൃഷ്ണ. സപ്തസുസാരസ്തത്പത്ന്യോ മാതുലാന്യ സഹാത്മജാഃ ആസതേ സസ്നുഷാഃ ക്ഷേമം ദേവകീ പ്രമുഖാ സ്വയം. ഹരേ കൃഷ്ണ. വിവർത്തനം. ദേവകിയുടെ പ്രാമുഖ്യത്തിലുള്ള സഹോദരിമാരായ അദ്ദേഹത്തിന്റെ 7 പത്നിമാർക്കും അവരുടെ പുത്രന്മാർക്കും പുത്രവധുക്കൾക്കും സുഖം തന്നെയല്ലേ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വസുദേവരുടെ കാര്യം ചോദിക്കുന്നു. വസുദേവരുടെ അതേപോലെ തന്നെ അവരുടെ സഹോദരിമാർക്കൊക്കെ എല്ലാവർക്കും സുഖമാണോ? അതായത് അവരുടെ മക്കളും മക്കളുടെ മകളും മകനും മക്കൾക്കുമൊക്കെ എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, നോക്കാം അടുത്ത ശ്ലോകം 28-29. കച്ചിത് രാജാഹുകോ ജീവതി അസത്പുത്രോസ്യ ചാനുജഃ ഹൃദികാ സാസുതോ ക്രൂരോ ജയന്താ ഗദസാരണാഃ ആസത്തെ കുശലം കച്ചിത് യേ ച ശത്രുജിദാദയഃ കച്ചിത് ആസ്തേ സുഖം രാമോ ഭഗവാൻ സാത്വതാം പ്രഭോ. ഹരേ കൃഷ്ണ. കച്ചിദ് രാജാഹുകോ ജീവതി അസത്പുത്രോസ്യ ചാനുജഃ ഹൃദിക സസുതോ ക്രൂരോ ജയന്തത് ഗദസാരണാഃ ആസതേ കുശലം കച്ചിദ്യേ ച ശത്രുജിദാദയഃ കച്ചിദാസ്തേ സുഖം രാമോ ഭഗവാൻ സാത്വതാം പ്രഭുഃ. ഹരേ കൃഷ്ണ. ഓക്കെ, വിവർത്തനം വായിക്കാം പ്രഭുജി. ഓക്കെ, വായിക്കും. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. ഉഗ്രസേനനും അദ്ദേഹത്തിന്റെ അനുജനും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ഹൃദികനും അദ്ദേഹത്തിന്റെ പുത്രൻ കൃതവർമ്മനും ക്ഷേമം തന്നെയല്ലേ? അക്രൂരനും ജയന്തനും ഗദനും സാരണനും ശത്രുജിത്തിനുമൊക്കെ സുഖം തന്നെയല്ലേ? ഭക്തസംരക്ഷകനും പരമദിവ്യോത്തമ പുരുഷനുമായ ബലരാമനും സുഖമാണോ? ഭാവാർത്ഥം. ഇന്നത്തെ ഡൽഹിക്ക് സമീപത്ത് എവിടെയോ ആയിരുന്നു പാണ്ഡവരുടെ രാജധാനിയായിരുന്ന ഹസ്തിനപുരം സ്ഥിതി ചെയ്തിരുന്നത്. എന്നാൽ ഉഗ്രസേനന്റെ രാജ്യം മഥുരയിലായിരുന്നു. ദ്വാരകയിൽ നിന്നും ഡൽഹിയിലേക്ക് മടങ്ങി വരുന്ന സമയം അർജുനൻ നിശ്ചയമായും മഥുരാപുരി സന്ദർശിച്ചിരിക്കും. ആകയാൽ മഥുരാപുരിയിലെ രാജാവിനെ കുറിച്ചുള്ള അന്വേഷണം ന്യായമാകുന്നു. നിരവധി ബന്ധുജനങ്ങളെക്കുറിച്ചുള്ള പരാമർശമധ്യേ രാമൻ അഥവാ ബലരാമന്റെ നാമത്തിനൊപ്പം പരമദിവ്യോത്തമ പുരുഷൻ എന്ന പദം കൂട്ടിച്ചേർത്ത് ഭഗവാൻ ബലരാമദേവൻ ശ്രീകൃഷ്ണ ഭഗവാനുമായി നേരിട്ട് ബന്ധപ്പെട്ട വിഷ്ണു തത്വത്തിന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രകാശ വിഗ്രഹ രൂപത്തിലുള്ള വിസ്തരണമാകയാലാകുന്നു. എങ്കിലും പരമപുരുഷൻ ദ്വിതീയനല്ലാത്ത ഏകനാകയാൽ സ്വയം അസംഖ്യം ജീവജാലങ്ങളായി വിസ്തരണം ചെയ്യുന്നു. വിഷ്ണു തത്വ ജീവാത്മാക്കൾ പരമപുരുഷനായ ഭഗവാന്റെ വിസ്തരണങ്ങളാകുന്നു. അവയെല്ലാം തന്നെ ഗുണത്തിലും അംശത്തിലും ഭഗവാന് സമാനരാകുന്നു. അതേസമയം സാമാന്യ ജീവാത്മാക്കളുടെ വിഭാഗം ജീവശക്തിയുടെ വിസ്തരണങ്ങളിൽ ഉൾപ്പെടുന്നവയാകുന്നു. ആകയാൽ അവ ഭഗവാന് സമാനരേ അല്ല, അഥവാ ഭഗവാനുമായി സമമൂല്യമുള്ളവരേ അല്ല. ജീവശക്തിക്കും വിഷ്ണു തത്വത്തിനും പദവി സമത്വം കൽപ്പിക്കുന്നവരെ പാപാത്മാക്കളെന്ന് കരുതപ്പെടുന്നു. ശ്രീരാമൻ അല്ലെങ്കിൽ ബലരാമൻ ഭഗവത് ഭക്ത സംരക്ഷനാകുന്നു.
എല്ലാ ഭക്തരുടെയും ആത്മീയ ഗുരുവായി ബലരാമൻ വർത്തിക്കുന്നു. അദ്ദേഹത്തിന്റെ അഹൈതുകമായ കാരുണ്യത്താൽ പതിതാത്മാക്കൾ മുക്തരാകുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ സമാഗമ വേളയിൽ ശ്രീ ബലദേവൻ ശ്രീ നിത്യാനന്ദ പ്രഭുവായി അവതരിച്ചു. ശ്രേഷ്ഠനും ഉത്കൃഷ്ടനുമായ ഭഗവാൻ നിത്യാനന്ദ പ്രഭു ജഗ എന്നും മഥ എന്നും പേരുള്ള അങ്ങേയറ്റം പതിതാത്മാക്കളായ രണ്ടുപേരെ മോചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അഹൈതുകമായ കാരുണ്യം പ്രദർശിപ്പിച്ചു. ആകയാലാണ് ഇവിടെ ബലരാമൻ ഭഗവത് ഭക്ത സംരക്ഷകൻ എന്ന് വിശേഷമായി സൂചിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ദിവ്യ കാരുണ്യത്താൽ മാത്രമേ ഒരുവന് പരമദിവ്യോത്തമ പുരുഷൻ ശ്രീകൃഷ്ണ ഭഗവാനെ സമീപിക്കാൻ അഥവാ ശ്രീകൃഷ്ണ ഭഗവാനിൽ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. ആകയാൽ ശുദ്ധഭക്തരുടെ സംരക്ഷകനും ആത്മീയ ഗുരുവിന്റെ രൂപത്തിൽ പ്രാദുർഭവിച്ചവനുമായ ശ്രീ ബലരാമദേവൻ ഭഗവാന്റെ കൃപാപൂർണമായ അവതാരമാകുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ പറയുന്നു, യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുന്നു, ഉഗ്രസേനൻ നന്നായിരിക്കുന്നു, ഉഗ്രസേനൻ്റെ സഹോദരൻ നന്നായിരിക്കുന്നു, ഹൃതിക, അതേപോലെ കൃതവർമ്മ, അക്രൂര, ജയന്ത, ഗദ, ശാരണ, ശത്രജിത്ത്, ഇവരെല്ലാവരും എന്ത് പറയുന്നു? ഇവരെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ബലരാമനെ ഇവിടെ പറയുന്നത്, അഭിസംബോധന ചെയ്യുന്നു, ഭഗവാൻ കച്ചിത് ആസ്തേ സുഖം രാമോ ഭഗവാൻ സാത്വതാം പ്രഭു. ഭഗവാൻ എന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നു ബലരാമനെ. സാത്വതാം പ്രഭു, സാത്വതാം പതി അല്ലെങ്കിൽ സാത്വതാം പ്രഭു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭക്തരുടെയും സംരക്ഷകൻ എന്നുള്ള അഭിസംബോധനയാണ് ഇവിടെ ബലരാമന് കൊടുക്കുന്നത് യുധിഷ്ഠിര മഹാരാജാവ്. ശീലപ്രഭുപാജി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഹസ്തിനാപുരവും അതായത് ദ്വാരകയിൽ നിന്നും വരുന്ന സമയത്ത് മധുരയിലൂടെയാണ് അർജുനൻ വന്നിട്ടുണ്ടാവുക ഹസ്തിനാപുരത്തിലേക്ക്. അതുകൊണ്ട് മധുരയിലുള്ള അവരുടെ ഇവരെല്ലാവരും ബദ്ധുജനങ്ങളാണ്. അവരുടെ വിവരങ്ങൾ അന്വേഷണം ചോദിക്കുന്നു. പിന്നെ ബലരാമനെ കുറിച്ചാണ് പ്രഭുപാജി പിന്നീട് ഈ ഒരു ഭാവാർത്ഥത്തിൽ വിശേഷിപ്പിച്ച് പറയുന്നത്. വിഷ്ണു തത്വമാണ്, കൃഷ്ണൻ്റെ ആദ്യത്തെ വിസ്തരണമാണ്. നമുക്കറിയാം ശ്രീ ബലരാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലദേവൻ, അദ്ദേഹം അഖണ്ഡ ഗുരുതത്വമാണ്. ആ സേവനം എന്ന് പറയുന്നത് നമുക്ക് കാണാം. അദ്ദേഹം സേവക് ഭഗവാനാണ്. ആ ഒരു സേവനം എന്ന് പറയുന്ന മനോഭാവം ബലരാമനിൽ നിന്നാണ് വരുന്നത്. അത് താഴോട്ട് എല്ലാ ഗുരുജനങ്ങളിലേക്കും വരുന്നു. ഇപ്പോൾ ഗുരുജനങ്ങൾ ചെയ്യുന്നത് എന്താണ്? മറ്റുള്ളവരെ സംരക്ഷിക്കാൻ, അല്ലെ പതിതരെ രക്ഷിക്കലാണ് ഗുരുജനങ്ങളുടെ അവരുടെ ദൗത്യം, അല്ല അവർ ചെയ്യുന്ന കാര്യം. അപ്പോൾ ഇത് ആക്ച്വലി ബലരാമനിൽ നിന്ന് വരുന്ന ക്വാളിറ്റിയാണ്. അതാണ് പറയുന്നത്. ബലരാമൻ, ശ്രീ നിത്യാനന്ദ പ്രഭു, നമുക്ക് അറിയാം അവരെല്ലാവരും പതിത പാവൻ അല്ലെങ്കിൽ പതിതരായിട്ടുള്ള ജീവാത്മാക്കളെ രക്ഷിക്കുന്നു. അവരെ എല്ലാവരെയും ഭഗവത് ഭക്തിയിലേക്ക് കൊണ്ടുവന്ന് ഭഗവത് സാക്ഷാത്കാരത്തിലേക്ക് അവർ എത്തിക്കുന്നു, കൃഷ്ണപ്രേമം കൊടുക്കുന്നു, അല്ലേ? അപ്പോൾ ആ ഒരു ക്വാളിറ്റിയാണ് ബലദേവൻ, നിത്യാനന്ദ പ്രഭു, ബലരാമനുള്ളത്. ഇപ്പോൾ അഖണ്ഡ ഗുരുതത്വമായിട്ടുള്ള ശ്രീ ബലരാമൻ്റെ അടിയിൽ വരുന്ന ബലരാമൻ്റെ പ്രതിനിധികളെ പോലെയാണ് മറ്റുള്ള ഗുരുജനങ്ങളെല്ലാവരും. അവരെല്ലാവരും അതേ ഭാവത്തിലാണ് വരുന്നത്. എല്ലാവരോടും മഹാകാരുണ്യം അവർക്ക് തോന്നുന്നു. അങ്ങനെ ഭക്തരെ എല്ലാവരെയും ഭക്തിമാർഗത്തിലേക്ക്, അല്ലെങ്കിൽ ഭക്തരല്ലാത്തവരെ പോലും അവരെ പ്രോത്സാഹിപ്പിച്ച് ഭക്തിയെക്കുറിച്ച് പറഞ്ഞുകൊടുത്ത് പതിതരായിട്ടുള്ളവരെ ഭക്തിമാർഗത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ രക്ഷിക്കുന്നു. ഈ ഒരു അനുഗ്രഹം വരുന്നത് ബലരാമനിൽ നിന്നാണ് ഗുരുജനങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നിത്യാനന്ദ പ്രഭുവിൻ്റെ അല്ലെങ്കിൽ ബലരാമൻ്റെ ശക്തി ആണ് ഗുരുജനങ്ങൾക്കുള്ളത് എന്ന് പറയും. അതാണ് കാര്യം. അദ്ദേഹം അഖണ്ഡ ഗുരുതത്വമായതുകൊണ്ട് എല്ലാ എല്ലാ ഭക്തരുടെയും പ്രൊട്ടക്ടറാണ് സാത്വതാം പ്രഭു. സാത്വതാം എന്ന് പറഞ്ഞാൽ ഭക്തരുടെ പ്രൊട്ടക്ടർ, അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. വേറൊരു കാര്യം കൂടെ പ്രഭുപാജി ഇവിടെ എടുത്ത് പറയുന്നു. ശ്രീ ബലരാമൻ അല്ലെങ്കിൽ ശ്രീ നിത്യാനന്ദ പ്രഭു ഗുരുതത്വമായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടിയിട്ടാണ് നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്നത്, അല്ലെങ്കിൽ ഭഗവാനെ നമുക്ക് നേരിടാൻ, അല്ലെങ്കിൽ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ അനുഗ്രഹമില്ലാതെ ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തത്വമാണ്. നമ്മൾ ചിലപ്പോൾ ചില ആളുകൾക്ക് തോന്നുമായിരിക്കാം, എന്തിനാണ് ഗുരുവിൻ്റെ ആവശ്യമുണ്ടോ?
ഗുരുവിൻ്റെ ആവശ്യമില്ല, നേരിട്ട് പോവാം. ഇനി എനിക്ക് അങ്ങനെ ഒരു, അതായത് ദീക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഒരു ചാൻസ് ഉണ്ടായിട്ടും അതെടുക്കാതെ പിന്നെ സംശയിച്ച് ഗുരുവിൻ്റെ ആവശ്യമില്ല, നമുക്ക് തന്നെ ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ പറ്റും എന്നുള്ള കൺസെപ്റ്റൊക്കെ ആക്ച്വലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നിപ്പോവും. പല സമയങ്ങളിൽ നമുക്ക് സത്സംഗം ഇല്ലാതെ വരുമ്പോൾ, ശരിയായിട്ടുള്ള ഒരു ഇത് ഇല്ലാതെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ ഡീവിയേറ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. പല ആളുകൾക്കും സംഭവിക്കുന്നുണ്ട് ഇതൊക്കെ. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഗുരുവില്ലാതെ നേരിട്ട് കൃഷ്ണനെ നമുക്ക് അപ്രോച്ച് ചെയ്യാന്ന് പറയുന്നത് സംഭവ്യമല്ല. ഓക്കെ, ഒരുപക്ഷെ കൃഷ്ണൻ ദർശനം കൊടുക്കുമായിരിക്കും, സ്വപ്നത്തിലോ അല്ലാതെയോ ഒക്കെ ദർശനം കൊടുക്കുമായിരിക്കും, പല കാര്യങ്ങളും ഉണ്ടാവും, നടക്കുന്നുണ്ടാവും. പക്ഷേ ശാസ്ത്രങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഗുരുവിലൂടെയാണ് നമുക്ക് സേവനം കിട്ടുന്നത്. അവിടെ പോയി നമ്മൾ വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. ഭഗവാന്റെ ദർശനത്തിലൂടെ, ദർശനം കൊണ്ട് അത് തീരേണ്ടതല്ല. നമ്മൾ അവിടെ ഭഗവാനെ നിത്യവും സേവിക്കേണ്ടതാണ്. ആ സേവനം നമുക്ക് കിട്ടണമെങ്കിൽ ഗുരുവിൻ്റെ കീഴിൽ നമ്മളിവിടെ പഠിച്ച് അതേപോലെ നമ്മൾ അവിടെയും ഏതെങ്കിലും വരിഷ്ഠരായിട്ടുള്ള ഭക്തരുടെ കീഴിൽ ഭഗവാനെ സേവനം ചെയ്യും. അതാണ് അതിൻ്റെ രീതി. അതുകൊണ്ടാണ് ഏത് സമ്പ്രദായം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എല്ലാ ഒത്തൻറ്റിക് ആയിട്ടുള്ള സമ്പ്രദായത്തിലും ഈ ഗുരു ശിഷ്യ പരമ്പരയുണ്ട്. ഒത്തൻറ്റിക് ആയിട്ടുള്ള സമ്പ്രദായത്തിൽ. ഒത്തൻറ്റിക് അല്ലാത്ത സമ്പ്രദായത്തിലാണ് ചിലപ്പോൾ മാൻമെയ്ഡ് ഗുരു, സ്വന്തമായിട്ട് ഗുരുവാണെന്ന് പറയുന്നവരും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് പിന്നെ നമ്മൾ തന്നെ ദീക്ഷ കൊടുക്കുന്നു, നമ്മൾ മറ്റുള്ളവർ ഗുരുവാണ്, 4 പേർക്ക് നമ്മൾ ഉപദേശം കൊടുക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഗുരുവാണെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വരുന്നു. പിന്നെ സ്വന്തമായിട്ട് പുതിയ സംഭവങ്ങളൊക്കെ കൊണ്ടുവരും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട് ഇപ്പോൾ. എന്നാൽ അതൊക്കെ ആക്ച്വലി ഡീവിയേഷൻസ് ആണ്. ബലരാമനിൽ നിന്ന് വരുന്ന, ശ്രീ നിത്യാനന്ദ പ്രഭുവിൽ നിന്ന് വരുന്ന ആ പരമ്പരയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പരമ്പര, അതിലൂടെ പോകുമ്പോഴാണ് ശരിക്കും ഭഗവാനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ സാധിക്കുന്നത്. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് അത് പറയുന്നുണ്ട്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലയിൽ നമുക്കറിയാം, ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാൻ വേണ്ടി ശ്രീ രഘുനാഥ് ദാസ് ഗോസ്വാമി ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചു. മഹാപ്രഭു ഓരോ പ്രാവശ്യം തിരിച്ചു വിടുമായിരുന്നു. അതിൻ്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല, നിത്യാനന്ദ പ്രഭുവിൻ്റെ അപ്രൂവലും കൂടെ ആയതിനു ശേഷം അങ്ങോട്ടേക്ക് വന്നാൽ മതി എന്നുള്ളത്. അത് രഘുനാഥ് ദാസ് ഗോസ്വാമിയോട് നേരിട്ട് പറഞ്ഞില്ല, പക്ഷേ അങ്ങനെയായി അത്, അല്ലേ? പിന്നെ അവസാനം നിത്യാനന്ദ പ്രഭുവിനെ കണ്ടു, അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു, അദ്ദേഹത്തിന് അനുഗ്രഹം കിട്ടി, പാനിഹട്ടി മഹോത്സവം. നിത്യാനന്ദ പ്രഭു പറഞ്ഞു, നീ എൻ്റെ അടുത്ത് വരാതെ നേരെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്ത് പോകാൻ നോക്കി, അതുകൊണ്ട് നിനക്ക് സക്സസ് ആയോ ഇല്ല, ഇപ്പോൾ നീ നേർവഴിക്ക് വന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് അങ്ങനെ ചെയ്തതുകൊണ്ട് നിനക്ക് ശിക്ഷ തരാൻ പോവാണ് എന്ന് പറഞ്ഞൊരു ശിക്ഷ എന്ന് പറയുന്നത് എല്ലാവർക്കും ചീടദഹി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞ ശിക്ഷയാണ് കൊടുക്കുന്നത്. എന്താണെങ്കിലും അങ്ങനെ പിന്നെ അദ്ദേഹത്തിന് പോകാനുള്ള ക്വാളിഫിക്കേഷനായി. അദ്ദേഹം പിന്നീട് നേരിട്ട് മഹാപ്രഭുവിൻ്റെ അടുത്ത് പോകുന്നു. 16 വർഷത്തോളം മഹാപ്രഭുവിൻ്റെ കൂടെയുണ്ട്. ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ആ ഗുരുവിലൂടെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ശ്രീ ഗുരുവിനെ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ, അങ്ങനൊരു അനുഗ്രഹം നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ, എല്ലാവർക്കും അത് കിട്ടിക്കൊള്ളണമെന്നില്ല, അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ അത് നമ്മൾ തട്ടിക്കളയാൻ നോക്കരുത്. പിന്നെ ഒരു സംശയം വരരുത്, ഗുരു ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഗുരുവിൻ്റെ ആവശ്യമില്ല എന്നുള്ള ചിന്തകളൊക്കെ വരുന്നത് നിർഭാഗ്യം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി ഒരു ശ്ലോകം കൂടെ നോക്കാം. പ്രദ്യുമ്ന സർവവൃഷ്ണീനാം സുഖം ആസ്തേ മഹാരഥഃ ഗംഭീരാരയോർ അനിരുദ്ധോ വർദ്ധതേ ഭഗവാനുത. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാം. പ്രദ്യുമ്ന സർവവൃഷ്ണീനാം സുഖമാസ്തേ മഹാരഥഃ ഗംഭീരരയനിരുദ്ധോ വർദ്ധതേ ഭഗവാനുത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രദ്യുമ്ന സർവവൃഷ്ണീനാം സുഖമാസ്തേ മഹാരഥഃ ഗംഭീരരയോ നിരുദ്ധോ വർദ്ധതേ ഭഗവാനുത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രദ്യുമ്ന സർവവൃഷ്ണീനാം സുഖമാസ്തേ മഹാരഥഃ ഗംഭീരരയോ അനിരുദ്ധോ വർദ്ധതേ ഭഗവാനുത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാമ പ്രഭുജി.
പ്രത്യുപ്ന സർവവൃഷ്ണീനാം സുഖമാസ്തേ മഹാരഥഃ ഗംഭീരരയോ നിരുദ്ധോ വർത്തതേ ഭഗവാനുദഃ. ഹരേ കൃഷ്ണ. ഓക്കെ, വിവർത്തനം ഭാവാർത്ഥമാക്കൂ. ഹരേ കൃഷ്ണ. വിവർത്തനം ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ശ്രീല വായിച്ചിട്ടുള്ളൂ. പ്രഭുപാദിക്ക് ജയ്. വായിക്കൂ. വിഷ്ണു വംശത്തിലെ മഹാരഥനായ പ്രത്യുപ്നന് സൗഖ്യം തന്നെയല്ലേ? പരമപുരുഷന്റെ പൂർണ്ണ വിസ്തരണമായ അനിരുദ്ധൻ സുഖമായിരിക്കുന്നുവോ? ഭാവാർത്ഥം. പ്രത്യുപ്നനും അനിരുദ്ധനും പരമപുരുഷന്റെ പൂർണ്ണ വിസ്തരണങ്ങളാണ്. ആകയാൽ അവരിരുവരും വിഷ്ണു തത്വങ്ങളാകുന്നു. ദ്വാരകയിൽ സംഘർഷണൻ, പ്രത്യുപ്നൻ, അനിരുദ്ധൻ എന്നീ നാമധേയങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ പൂർണ്ണ വിസ്തരണങ്ങളോടുകൂടി ഭഗവാൻ വാസുദേവൻ തന്റെ അതീന്ദ്രിയ ലീലകളിൽ ഏർപ്പെട്ടിരുന്നു. ആകയാൽ അനിരുദ്ധന്റെ നാമവുമായി ബന്ധപ്പെടുത്തി പരാമർശിച്ചിരിക്കുന്നത് പോലെ അവരോരോരുത്തരെയും പരമപുരുഷൻ എന്ന് അഭിസംബോധന ചെയ്യാവുന്നതാണ്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. പ്രദ്യുമ്നെ കുറിച്ച് ചോദിക്കുന്നു. അനിരുദ്ധൻ, പ്രദ്യുമ്നൻ ഇവരെല്ലാവരെയും കുറിച്ച് യുധിഷ്ഠിര മഹാരാജ് ചോദിക്കുന്നു. കൃഷ്ണൻ്റെ അതായത് വൃഷ്ണി ഫാമിലിയിൽ വരുന്ന അനിരുദ്ധ, പ്രദ്യുമ്ന എന്നുള്ളത് ഇവരെയൊക്കെ നമുക്കറിയാം, ചതുർവ്യൂഹത്തിൽ വരുന്നതാണ് അല്ല വിഷ്ണു തത്വം. അതുകൊണ്ടാണ് പ്രഭുപാജിയുടെ പറയുന്നു വിഷ്ണു തത്വം എന്നുള്ളത് ഭാവാർത്ഥത്തിൽ എടുത്തു പറയുന്നു. മാത്രമല്ല അതുകൊണ്ടാണ് ഇവിടെ വർദ്ധത്തെ ഭഗവാനുത, ഭഗവാൻ എന്നുള്ള അഭിസംബോധന ചെയ്യാനുള്ള കാരണം. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാം. ബാക്കി അടുത്ത സെഷനിൽ നോക്കാം. ग्रंथराज श्रीमद् भागवतम की जाय, श्रील प्रभुपाद की जाय, समवेद गौर भक्त वृंद की जाय, श्रील गुरुदेव की जाय, गौर प्रेमानंदे. हरे कृष्ण. थैंक यू.